കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് SIRനെ ഭയന്നിട്ട് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ രാജ്യം വിടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിർത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത. അതായത് അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ റിയാലിറ്റി ശരിക്കും അത് SIRനെ ഭയന്നിട്ടല്ല. മലയാളത്തിലെ മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അജണ്ട, അതായത് SIRനെതിരെ ഒരു ഫോൾസ് പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവരത് SIRൻ്റെ പെടലേക്ക് വെക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഈ പറയുന്ന SIRനെ ഭയന്നിട്ടല്ല ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇപ്പോൾ പലായനം ചെയ്യുന്നത്. മറിച്ച് 2025 മാർച്ചിൽ തന്നെ ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കിയുള്ള ഒരു നിയമമുണ്ട്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട്. ഈ സാധനം രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായത് സെപ്റ്റംബർ 1 മുതലാണ്. ഇത് പ്രകാരം ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ 5 വർഷത്തേക്ക് തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയോ ഇമ്പോസ് ചെയ്യാനുള്ള വകുപ്പുകൾ ഈ പറയുന്ന ആക്ട് പ്രകാരമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആർക്കാണ് ഇതിൻ്റെ അതോറിറ്റി എന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആർക്കാണ് ഈ അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല ക്ലിയർ കട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ആക്ട് പാസ്സാക്കിയതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ധർമ്മശാലയല്ല എന്നും അതുകൊണ്ട് തന്നെ വരുന്നവർക്കും പോകുന്നവർക്കും തന്നെ കയറി കിടക്കാനുള്ള ഒരു സ്ഥലമല്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമം കർശനമായിട്ട് നടപ്പിലാക്കുമെന്നുള്ള സൂചന കിട്ടിയതിന് ശേഷമാണ് ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ SIRനെ ഭയന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവർക്കാർക്കും തന്നെ അതിർത്തി കടന്ന് പോകേണ്ട കാര്യമില്ല. SIR എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒന്നെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ മാക്സിമം 60 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ആ ഒരു സമയത്തേക്ക് മാത്രം മാറി നിന്നാൽ മതി. അതിനുശേഷം ഇവർ നിന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാവുന്നതാണ്. പക്ഷേ അവർക്കതല്ല ഭയം. മറിച്ച് ഈ ഒരു ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് രാജ്യം വിട്ടു പോവുകയല്ലാതെ നിവർത്തിയില്ല. ഇനി അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും SIR ഫോം വിതരണം ചെയ്യാൻ വേണ്ടി വരുന്ന BLOമാർക്ക് അതിന് മാത്രം അധികാരമൊന്നുമില്ല. അവർ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫോറിനേഴ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല. അവർ അത്ര പേടിക്കേണ്ട ഭീകരപ്രസ്ഥാനങ്ങളൊന്നും അല്ല അവർ. അപ്പോൾ പേടിക്കുന്നത് BLOമാരെ അല്ല, മറിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം സെപ്റ്റംബർ 1 മുതൽ ഈ രാജ്യത്ത് പ്രാബല്യത്തിലുണ്ട് എന്നുള്ള അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ പോകുന്നത്. SIRൻ്റെ ചുമലിൽ ഇത് വെക്കുന്നത്, മലയാളത്തിലെ മാധ്യമങ്ങൾ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഓൾറെഡി കേരളത്തിൽ SIRനെതിരെ അത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഭരിക്കുന്ന സർക്കാർ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പോയിട്ടുണ്ട്. അതിന് പുറമെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളൊക്കെ തന്നെയും സുപ്രീം കോടതിയിൽ SIRനെതിരെ എത്തിയിട്ടുണ്ട്. സോ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആളുകളിൽ ഭീതി വരുത്തുന്നു, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പാണ് അതിലൂടെ നോക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയെങ്കിലും ഒരു ഭീതി വളർത്തുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം മലയാളത്തിലെ മാധ്യമങ്ങൾ ഒരു പക്ഷേ SIRൻ്റെ പെടലേക്ക് ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ മൂവിനെ എടുക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി അത് അങ്ങനെയല്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു നിയമം രാജ്യം പാസ്സാക്കിയിട്ടുണ്ട്. ആ പേടിയിൽ തന്നെയാണ് ഈ പറയുന്ന അനധികൃതമായിട്ട് കയറി വന്നിട്ടുള്ള ആളുകൾ രാജ്യം വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ 5 കൊല്ലം ഡിറ്റൻഷൻ സെൻറ്ററിൽ പോകും. ഇനി പണമാണെങ്കിൽ 5 ലക്ഷം ആ വഴിക്കും പോകും.